ആഷിഖ്, അതായത് അവിടെ വന്നിട്ട് ഈ ഇപ്പോൾ നടന്ന സംഭവത്തെ ലഘൂകരിക്കുന്നു മന്ത്രിമാരെന്നുള്ളത് നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് കേട്ടതാണ്. ഈ സമയത്ത് അവിടെ ആളുണ്ടായിരുന്നില്ല എന്നും കൂടെ മന്ത്രിമാർ പറയുന്നുണ്ട്. ആ കെട്ടിടം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ അതിനോട് തൊട്ടു ചേർന്നുകൊണ്ട് തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ നമ്മുടെ ലൈവിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് അവിടെ ഉപേക്ഷിച്ചതാണ് എന്ന് മന്ത്രിമാർ പറയുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ, അത് ലോക്ക് ചെയ്യാനുള്ളൊരു വിവേകമെങ്കിലും അവിടുത്തെ അധികാരികൾ കാണിക്കേണ്ടത്. ഇതിങ്ങനെ തുറന്നിട്ടിരിക്കുകയായിരുന്നു ആൾക്കാർക്ക് നടക്കാനായി. തീർച്ചയായും അക്കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് രോഗികളുമായി ചോദിക്കുമ്പോൾ രോഗികളുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ മുന്നറിയിപ്പോ അറിയിപ്പോ ഈ തകർന്ന കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. സ്ഥിരമായി അതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന കെട്ടിടത്തിൽ രോഗികൾ താമസിക്കുകയും രോഗികളുടെ കൂട്ടിരിപ്പുകാരുണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴും രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഈ അപകടാവസ്ഥയിലുള്ള കെട്ടിടം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് രോഗികൾ പറയുന്നത്. ഉപയോഗശൂന്യമായി അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടമായിരുന്നെങ്കിൽ ആ നിലയിൽ ഒരു സുരക്ഷാ സംവിധാനം രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും നൽകേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു ചുമതല ആശുപത്രി അധികൃതർക്കുണ്ട്. എന്നാൽ ആ ചുമതല കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനോട് ചേർന്നുണ്ടായിരുന്ന അതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലെ രോഗികൾ പലപ്പോഴും ഈ കെട്ടിടം തകർന്നു വീഴുമ്പോൾ അപകടാവസ്ഥയിൽ പെട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. രോഗികളുടെ കൂട്ടിരിപ്പുകാർ പലരും പകച്ചുപോയ സാഹചര്യമായിരുന്നു. കെട്ടിടം ഇടിഞ്ഞു വീണ വലിയ ശബ്ദത്തോടെ കെട്ടിടം ഇടിഞ്ഞു വീഴുകയും അതിനോട് ചേർന്ന് നിന്നിരുന്ന കെട്ടിടത്തിനുള്ളിലെ രോഗികൾ ഭയപ്പെട്ടു പോവുകയും ആ രോഗികളെ ഉടനടി രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആ കട്ടിൽ. ആഷിഖ്, അതായത് നമുക്കറിയാം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആദ്യം അതിനകത്ത് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നാണ് നോക്കാറുള്ളത്. കെട്ടിടമൊക്കെ തകർന്നു വീഴുന്നു. അവിടെ എത്ര ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എത്തുന്ന ആളുകൾ പോലും പറയുന്നുണ്ട് അവിടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു, ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കെട്ടിടം തകർന്നു വീണാൽ വളരെ പെട്ടെന്ന് അതിനകത്ത് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ട്. അതൊരു പരാതി ലഭിക്കാൻ കാത്തിരിക്കുകയില്ല. അത്തരമൊരു മിസ്സിംഗ് ആണ് എന്നുള്ള സന്ദേശം ലഭിക്കാൻ കാത്തിരിക്കാതെ തന്നെ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടോ ആളുകൾ എന്നുള്ളൊരു പരിശോധന സ്വാഭാവികമായിട്ട് നടത്തേണ്ടതാണ്. മന്ത്രിമാരൊക്കെ വരിവരിയായി നിന്നുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ പാവം ഈ സമയത്ത് ആ സ്ത്രീ ഒരുപക്ഷെ ആ മണ്ണിനടിയിൽ അവസാന ശ്വാസത്തിനായി കിണഞ്ഞ് പരിശ്രമിക്കുകയായിരിക്കും. മന്ത്രിമാർ പറയുമ്പോൾ അവർ പോലും രക്ഷാപ്രവർത്തനം നടത്തണം, അവിടെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല ആ സമയത്ത്. തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ ഗൗരവതരമായ രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. സംഭവം നടന്ന് വീണ്ടും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് ക്രെയിനടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാനും അതിനുള്ളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും അടക്കമുള്ള ശ്രമങ്ങൾ നടന്നത്. പക്ഷേ ഏറ്റവും ഗുരുതരമായ കാര്യം ഈ നിലയിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയ സ്ഥാപനത്തിൽ ഇത്തര പഴക്കം ചെന്ന ഒരു കെട്ടിടം നിലനിൽക്കുകയും അത് വേണ്ട സമയത്ത് പൊളിച്ചു മാറ്റാതിരിക്കുക മാത്രമല്ല അത് രോഗികളും കൂട്ടിരിപ്പുകാരും ഉപയോഗിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് അതിൽ ഏറ്റവും ഗുരുതരമായ സാഹചര്യം. കൃത്യമായി നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ പോയതുകൊണ്ട് കൂടിയാണ് ഈ നിലയിൽ ഒരു അപകടം ഉണ്ടായത്. അതേസമയം അപകടം ഉണ്ടായതിനു ശേഷം നടന്ന പ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ് എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. വേണ്ടത്ര ഇടപെടലുകൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാനുണ്ടായോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ അപകടം ഉണ്ടായപ്പോൾ അധികം ആളുകൾ അതിനുള്ളിൽ ഇല്ലെന്നും പെട്ടുപോയവർക്ക് തന്നെ നിസ്സാരമായ പരിക്കുകളുള്ളൂ എന്നുമുള്ള വിശദീകരണം വരുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ അതിനുള്ളിൽ മണിക്കൂറുകൾക്ക് ശേഷം പുറത്തിട്ട ഒരു ശരീരത്തിന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ ഔദ്യോഗികമായി ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാണ് മരണപ്പെട്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിശദീകരണം അധികൃതർ ഇനിയും തരാനിരിക്കുന്നതേ ഉള്ളൂ. ജിൽസി.